ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സോയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റഡി പ്ലാനറാണ്. 10 മിനിറ്റ്സ് സ്റ്റഡി പ്ലാനർ. ശരിക്കും ഈ ഒരു സ്റ്റഡി പ്ലാനർ കൊണ്ടുവന്നത് സൗത്ത് കൊറിയൻ ബ്രാൻഡായ മോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഭയങ്കര ഈസിയാണ് പ്ലാൻ ചെയ്യാൻ. 10 മിനിറ്റ് ആണ് ഈ സ്റ്റഡി പ്ലാനിൻ്റെ പേര്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത് ഇതാണ് കേട്ടോ. ഞാൻ വരച്ച് വെച്ചതാണ്. ഇത് ഒരു പേജ്, ഫസ്റ്റ് പേജ്. ഓക്കെ, ഇത് സെക്കൻഡ് പേജാണ്. നമ്മൾ ബുക്ക് ഇതേപോലെ വരുന്ന രീതിയിൽ വരണം. ഈ ഒരു കള്ളി ഇവിടെയും ഈ ഒരു കള്ളി ഇവിടെയും രീതിയിലാണ് വരേണ്ടത്. വലുതായിട്ട് നമ്മൾ വരക്കണം. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ സൈഡിൽ ഡേറ്റ്സ് എഴുതിയേക്കുക. 3, 4, 5 അങ്ങനെ ഫുൾ ഡേറ്റ്സ് എഴുതിയേക്കുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് ഷെഡ്യൂൾ ചെയ്യുക. നമുക്ക് ഈ മന്ത്സിൽ എന്തൊക്കെ ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 5th എക്സാം ഉണ്ട്, എക്സാം ഷെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ PDF സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ PDF സബ്മിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഇനിയിപ്പോൾ ഈ ഒരു ഡേറ്റിന് ബർത്ത്ഡേ ഉണ്ട്. Okay, this is the first and second page of the 10-minute study planner for students. It's easy to do. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ്, ഇതാണ് മെയിൻ കാര്യം. സ്കെയിൽ കൊണ്ട് വരക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ വരക്കാം. ഫസ്റ്റ് തന്നെ ഡേറ്റ് ആണ്. ഇങ്ങനെ ഇത് ഡേറ്റ്, മന്ത്, പിന്നെ ഇയർ. 24 എന്ന് പറയുമ്പോൾ ഏത് ഡേ ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ സൈഡിൽ ഞാൻ ട്യൂസ്ഡേ എന്ന് എഴുതാം. നമുക്ക് നിങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് കോളത്തിൽ ഡേ 9 എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എത്ര ദിവസം എക്സാമിന് ഇനിയുണ്ട് അതാണ് ഈ ടൈമിൽ. ഇനി 50 ഡേയ്സ് ഉണ്ടെങ്കിൽ 50 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 9 ഡേയ്സ് ലെഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക്. ഓക്കെ, പിന്നെ കമൻസ് ഓർ കോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത്, പഠിക്കാനൊരു ഇത് തരുന്നത്, അങ്ങനത്തെ ഒരു കോട്ട് ഇവിടെ എഴുതാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഹവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ആണ്. എത്ര ഹവേഴ്സ് പഠിച്ചു, എത്ര മിനിറ്റ്സും. ഓക്കെ, അത് കറക്റ്റ് ഇത് നോക്കിയിട്ട് എഴുതാൻ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് ടാസ്ക്സ് ആണ്. ഇതെന്ന് വെച്ചാൽ ടൈമാണ് കേട്ടോ. ഇത് ഫുൾ ടൈമാണ്. ഇത് മിനിറ്റ്സ് 10, 20, 30, 40, 50, 60 മിനിറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇപ്പോൾ 7 മണിക്ക് എണീറ്റ് 8 മണിക്കാണ് ഒരു നോട്ട് എഴുതി ടാസ്ക് എഴുതി. എന്തൊക്കെ ടാസ്ക് ചെയ്ത് നമുക്ക് ഉള്ളത്, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ലെക്ചർ 1 ഫിസിക്സ് നോട്ട്സും ലെക്ചർ 1 കാണാനുണ്ട്, ഫിസിക്സ് നോട്ട്സും എഴുതാനുണ്ട്. ലെക്ചർ 1ൻ്റെ നേരെ 8 മണിൻ്റെ നേരെയാണ് എഴുതിയത്. 8 മണിക്ക് ഞാൻ 40 മിനിറ്റ്സ് പഠിച്ചു. ഇതിങ്ങനെ ഹൈലൈറ്റർ കൊണ്ട് എഴുതാം. ഫിസിക്സ് നോട്ട്സ് ഞാൻ 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അതങ്ങനെ എഴുതാം. നെക്സ്റ്റ് ഞാൻ 11 മണിക്കാണ് പഠിക്കായിരുന്നത്. 11 മണിക്ക് ലെക്ചർ 2 കണ്ടു. നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിച്ചതും എത്ര 50 മിനിറ്റ്സ് പഠിച്ചു. പ്ലസ് നോട്ട്സ് 30 മിനിറ്റ്സ് പഠിച്ചു. അതേപോലെ നമ്മൾ ടാസ്കിൻ്റെ നേരെ നമ്മൾ എത്ര ഹവേഴ്സ് പഠിച്ചു എന്നും കൂടെ എഴുതി കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഉണ്ടെങ്കിൽ കുറേ ടാസ്ക് എഴുതിയേക്കുക. കുറേ ടാസ്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾ എത്ര ഹവേഴ്സ് പഠിച്ചു എന്നുള്ളത് 6 മണി to 7 മണി എത്ര വരെ പഠിച്ചു എന്നുള്ളത് കറക്റ്റ്. അപ്പോൾ 1 hour പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എനിക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇത് ടാസ്ക് ഞാൻ 8 മണിക്കാണ് എഴുതിയത്. അപ്പോൾ 8 മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ്സ് ഞാൻ ഹോംവർക്ക് ചെയ്തു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ഇത് ഇന്ന് നേരെ ചെയ്തു അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര ഹവേഴ്സ് പഠിച്ചു എന്ന് മാത്രം ടൈം നോക്കുക. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 4 hour 30 minutes കിട്ടിയത്. അത് നിങ്ങൾ മുകളിൽ എഴുതിയേക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പറഞ്ഞു തരുമ്പോൾ കുറച്ച് കൂടുതലുള്ള തോന്നുമെങ്കിലും പക്ഷേ ദിസ് ഇസ് വെരി സിമ്പിൾ ടു സ്റ്റഡി. സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. ജേർണൽ ഇഷ്ടമുള്ളവർക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം വേണമെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Lot of thanks, and it's bye from Zoe. Bye bye.